നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. IPL എല്ലാ ടീമുകളും 5 റൗണ്ട് മത്സരങ്ങൾ കളിച്ച് കഴിഞ്ഞല്ലോ. ശരിയാണ്, ചില ടീമുകളൊക്കെ 6 കളികളുമായിട്ടുണ്ട്. മഹാഭൂരിഭാഗം ടീമുകളും 6 കളികളായിട്ടുണ്ട്. എന്നാലും ഇന്നലെ DC കളിച്ചതോടുകൂടിയാണ് എല്ലാ ടീമുകളും 5 കളികളായത്. ഇപ്പോഴത്തെ പോയിൻ്റ് പട്ടിക നോക്കുക. 5 കളികളും തോറ്റ ഒരേ ഒരു ടീമേ ഉള്ളൂ, അത് CSK ആണ്. 6 കളി കളിച്ചിട്ട് 5 പൊട്ടൽ, തുടരൻ പൊട്ടൽ മറ്റാർക്കുമില്ല. അതേസമയം DC ഇന്നലെ തോറ്റു. ഇപ്പോൾ എന്ത് സംഭവിച്ചു? IPL തോൽവി അറിയാത്തവരായിട്ട് ആരുമില്ല, അതുകൂടി സംഭവിക്കുകയാണ്. മറ്റേത് DC മാത്രം അപരാജിത കുതിപ്പ് നടത്തുകയായിരുന്നു. ഇന്നലെ മുംബൈ ഇന്ത്യൻസിന് മുന്നിൽ ഓടി തോറ്റ്, അതായത് റണ്ണൗട്ടുകൾ നിരന്തരം വാങ്ങി അവർ തോൽവി ഏറ്റുവാങ്ങുകയായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ IPL പോയിൻ്റ് പട്ടികയിൽ ആരുമില്ല അപരാജയം അറിയാത്തവരായിട്ട്. എങ്കിലും കഠിനമായിട്ടുള്ളൊരു പോരാട്ടം ടോപ്പ് 4 വേണ്ടി നടക്കുന്നു എന്ന സൂചനകൾ നമുക്ക് ലഭ്യമായി കഴിഞ്ഞു. 6 കളികളേ ആയിട്ടുള്ളൂ. എല്ലാ ടീമിനും ഇനിയും 8 കളികൾ ബാക്കിയുണ്ട്. അതേസമയം 5 കളികൾ കളിച്ച ടീമുകൾക്ക് 9 കളികളും ബാക്കിയുണ്ട്. നമ്മളിപ്പോഴും IPLൻ്റെ തുടക്കത്തിൽ നിന്ന് ഒരല്പം മുന്നോട്ട് കയറി എന്നേ ഉള്ളൂ. എന്നാൽ പോലും കാര്യം വളരെ വ്യക്തമാണ്. ടോപ്പ് 4 വേണ്ടിയിട്ടുള്ള പോരാട്ടം കനത്തിരിക്കുകയാണ്. 4 ടീമുകളാണ് 8 പോയിൻറ്റുമായിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. ബാക്കി 2 ടീമുകൾക്ക് 6 വീതം പോയിൻറ്റുകളുണ്ട്. പിന്നെ 4 പോയിൻറ്റുകളായിട്ട് 3 ടീമുകളുമുണ്ട്. സോ പോരാട്ടമാണിത്, പോരാട്ടം. പക്ഷെ അതിൽ ഏറെ പുറകിൽ പോയി കഴിഞ്ഞിട്ടുണ്ട് CSK. ഇനി ഒരു തിരിച്ചുവരവുണ്ടാകുമോ എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. ഒട്ടും എളുപ്പമല്ല അവർക്കിനി തിരിച്ചു വരാൻ. നോക്കുക, ഗുജറാത്ത് ടൈറ്റൻസാണ് ഇപ്പോൾ 1-ാം സ്ഥാനത്ത്. അതായത് DC ഒരു കളി തോറ്റു, അവർ താഴേക്ക് ഇറങ്ങുന്നു. ഗുജറാത്ത് ടൈറ്റൻസ് 6 കളികളിൽ നിന്ന് 4 വിജയം 2 തോൽവി 8 പോയിൻറ്റ്, 1.08 നെറ്റ് റൺ റേറ്റോടെ അവർ 1-ാമത്. ഡൽഹി ക്യാപിറ്റൽസിന് 5 കളികൾ 4 വിജയം 1 തോൽവി 8 പോയിൻറ്റ്, 0.9 നെറ്റ് റൺ റേറ്റോടെ 2-ാമത്. RCBക്ക് 6 കളി 4 വിജയം 2 തോൽവി 8 പോയിൻറ്റ്, 0.67 നെറ്റ് റൺ റേറ്റോടെ 3-ാം സ്ഥാനത്ത്. RCBയുടെ കാര്യം വലിയ തമാശയാണ്. എല്ലാവർക്കും അവരുടെ ഹോം ഗ്രൗണ്ടാണ് ശക്തി കേന്ദ്രമെങ്കിൽ RCBക്ക് അങ്ങനെയല്ല. അവരുടെ വീക്ക് പോയിൻ്റാണ് ഹോം ഗ്രൗണ്ട്. അവിടെയാണ് അവർ തോൽക്കുന്നത്. എവേ മത്സരങ്ങളൊക്കെ വിജയിച്ചു കുതിക്കുകയാണ്. ഇന്നലെ അവർ രാജസ്ഥാൻ റോയൽസിനെ 9 വിക്കറ്റിനാണ് തോൽപ്പിച്ചത് എന്ന കാര്യം കൂടി നോക്കുക. 4-ാമതുള്ള ലക്നൗ സൂപ്പർ ജയൻസ് 6 കളി 4 വിജയം 2 തോൽവി, അവർക്കുമുണ്ട് 8 പോയിൻറ്റ്, 0.16 നെറ്റ് റൺ റേറ്റ്, അവർ 4-ാമത്. അപ്പോൾ ഈ ടീമുകളൊക്കെ 8 പോയിൻറ്റുമായിട്ട് നിൽക്കുകയാണ്. അതിൽ ഒരു കളി കുറച്ചേ കളിച്ചുള്ളൂ എന്നുള്ള അഡ്വാൻറ്റേജ് ഡൽഹിക്ക് ഉണ്ട് എന്നുള്ളത് മറക്കുന്നില്ല. എന്നാൽ തൊട്ടു പിന്നാലെ നോക്കുക, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും പഞ്ചാബ് കിങ്സും 6 വീതം പോയിൻറ്റുകളുമായിട്ട് നിൽക്കുകയാണ്. അതിൽ PBKs 5 കളിയേ കളിച്ചുള്ളൂ. KKR 6 കളി കളിച്ചിട്ടുണ്ട്. 6 കളി 3 വിജയം 3 തോൽവി 6 പോയിൻറ്റ്, 0.8 നെറ്റ് റൺ റേറ്റ്, അവർ 5-ാം സ്ഥാനത്ത്. 5 കളി 3 വിജയം 2 തോൽവി 6 പോയിൻറ്റ്, 0.07 നെറ്റ് റൺ റേറ്റ്, PBKs 6-ാം സ്ഥാനത്ത്. മുംബൈ ഇന്ത്യൻസ് ഇന്നലെ വിജയിച്ച് കയറിയതോടുകൂടി അവർ ആ താഴെ ഭാഗത്ത് നിന്ന്, നമ്മുടെ ആരാധകരൊക്കെ പറയാറുള്ള, ഫാൻസൊക്കെ പറയാറുള്ള പോലെ അടിവാരത്ത് നിന്ന് മുകളിലേക്ക് കയറിയിരിക്കുകയാണ്. 7-ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. 6 കളി 2 വിജയം 4 തോൽവി 4 പോയിൻറ്റ്, 0.1 നെറ്റ് റൺ റേറ്റ്. അതായത് അവർക്കും പോസിറ്റീവാണ് നെറ്റ് റൺ റേറ്റ്. സംഗതി വളരെ ക്ലിയർ ആയിരിക്കുന്നു. 6 കളി കളിക്കുമ്പോൾ 5 കളി തോറ്റ ഒരു ടീമേ ഉള്ളൂ, അത് CSK ആണ് എന്നർത്ഥം. 7-ാം സ്ഥാനത്തേക്ക് രാജസ്ഥാൻ റോയൽസ് വീണിരിക്കുകയാണ്. 6 കളി 2 വിജയം 4 തോൽവി. ഇന്നലത്തെ തോൽവിയൊക്കെ വല്ലാത്തൊരു തോൽവിയാണ്. ടീമിന് കോമ്പിനേഷൻസ് ക്ലിയർ ആവുന്നില്ലേ, ശക്തമായി തിരിച്ചു വരാൻ പാടുപെടും എന്നുള്ള തോന്നലൊക്കെയാണ് ഇന്നലത്തെ കളി സമ്മാനിക്കുന്നത്. 4 പോയിൻറ്റ്, -0.84 നെറ്റ് റൺ റേറ്റ്, 8-ാം സ്ഥാനത്ത്. സൺറൈസേഴ്സ് ഹൈദരാബാദിനും 4 പോയിൻറ്റ്. ആദ്യ കളി ജയിച്ചിട്ട് പിന്നെ തുടരെ തോറ്റിട്ട് പിന്നെ കഴിഞ്ഞ കളി മിന്നും പ്രകടനത്തോടു കൂടി ജയിച്ച് കയറിയിട്ടുണ്ട്. പ്രതീക്ഷ വീണ്ടും ചിറക് മുളക്കുന്നു. 6 കളികൾ 2 വിജയം 4 തോൽവി 4 പോയിൻറ്റ്, -1.25 അവരുടെ നെറ്റ് റൺ റേറ്റ്. CSK, സൺറൈസേഴ്സ് ഹൈദരാബാദ് 9 ആണെങ്കിൽ CSK 10-ാം സ്ഥാനത്ത്. 6 കളി 1 വിജയം 5 തോൽവി. ഇനിയൊരു രക്ഷയുണ്ടോ? 2 പോയിൻറ്റ്. ഇങ്ങനെ ഒരു ടീം ഈ സീസണിൽ ഇപ്പോഴില്ല. -1.55 അവരുടെ നെറ്റ് റൺ റേറ്റ്. തിരികെ വരാൻ പെടാപ്പാട് വിടും. അപ്പോൾ ഇതാണ് ഇപ്പോൾ നിലവിലെ പോയിൻ്റ് പട്ടിക. 1 GT, 2 DC, 3 RCB, 4 LSG, 5 KKR, 6 PBKs, 7 മുംബൈ ഇന്ത്യൻസ്, 8 RR, 9 SRH, 10 ചെന്നൈ സൂപ്പർ കിങ്സ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.